രാത്രി സ്വന്തം ഭാര്യയായ ഓമനയെ കെട്ടിപ്പുണരുന്ന തൊമ്മി. ഭാസ്കര പട്ടേലർ അവളുടെ ശരീരത്തിൽ ഉപേക്ഷിച്ചു പോയ സുഗന്ധത്തെക്കുറിച്ച് പറയുന്ന ഒരു രംഗമുണ്ട് വിധേയൻ എന്ന ചലച്ചിത്രത്തിൽ. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന സക്കറിയയുടെ വളരെ പ്രസിദ്ധമായ കഥയാണ് പിന്നീട് അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കിയത്. വലിയ തോതിൽ ശ്രദ്ധേയമായ ഒരു ചലച്ചിത്രമായിരുന്നു വിധേയൻ. ഇപ്പോൾ ആ സിനിമയും അതിലെ രംഗങ്ങളും ഓർമ്മ വരുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിക്കാനിടയായി. അമേരിക്ക റഷ്യയിൽ നിന്ന് 1 മാസത്തേക്ക് എണ്ണ വാങ്ങാൻ ഇന്ത്യയെ അനുവദിച്ചു എന്ന്. വിധേയൻ എന്ന് പറയുന്ന ചലച്ചിത്രത്തിൽ തൊമ്മി എന്ന് പറയുന്ന കഥാപാത്രം അടിമത്വത്തിൻ്റെ പരമകാഷ്ഠയാണ് ചിത്രീകരിക്കുന്നത്. ഭാസ്കര പട്ടേലരാകട്ടെ ജന്മിയുടെ ഏറ്റവും ആസുരമായ രൂപവും. ഇന്ന് ഭാസ്കര പട്ടേലരുടെ സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപും തൊമ്മിയുടെ സ്ഥാനത്ത് നരേന്ദ്രമോദിയും നിൽക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പരമാധികാരം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഭാരതീയ ജനതയുടെ ആത്മാഭിമാനത്തിന് കോട്ടം വരാതെ ലോകസമാധാനത്തിനു വേണ്ടി നിലകൊള്ളുന്നതാവും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ വിദേശ നയത്തിന് അടിത്തറയിട്ടുകൊണ്ട് പരാമർശിച്ചിട്ടുള്ളത്. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ലോകമെങ്ങും അസമാധാനത്തിൻ്റെ വിത്തുകൾ വിതറി ട്രംപ് എന്ന് പറയുന്ന കാളക്കൂറ്റൻ ലോകരാഷ്ട്രീയത്തിൽ വിരാജിക്കുമ്പോൾ അതിനെതിരായി ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് അരുത് കാട്ടാള എന്ന് പറയാനുള്ള മാനസികാവസ്ഥയിലേക്ക്, സ്ഥൈര്യത്തിലേക്ക്, നെഞ്ചുറപ്പിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യമുള്ള രാജ്യത്തിന് കഴിയാതെ പോകുന്നത്. അമേരിക്കയും അമേരിക്കയുടെ കൂട്ടാളിയായ ഇസ്രായേലും അവർക്ക് തോന്നിയതുപോലെ ലോകത്തിൻ്റെ ഭൂപടം മാറ്റിവരയ്ക്കുന്നതിനും ഭരണാധികാരികളെ മാറ്റിപ്രതിഷ്ഠിക്കുന്നതിനും എന്തെല്ലാം അധമ മാർഗങ്ങൾ സ്വീകരിച്ചും അവർ അപ്രകാരം പെരുമാറുമ്പോൾ അതിനെതിരായി ശബ്ദമുയർത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർ വെച്ചു നീട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാറിയത് വളരെ വേദനയുണ്ടാക്കുന്ന കാര്യമാണ്. റഷ്യയിൽ നിന്ന് നമ്മൾ നേരത്തെ എണ്ണ വാങ്ങിയിരുന്നു. അത് വാങ്ങരുതെന്ന് അമേരിക്ക തിട്ടൂരമിറക്കിയപ്പോൾ നമ്മൾ അതനുസരിച്ചു എന്ന് അവർ പരിഹസിക്കുന്നു. അത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ, അതും 1 മാസത്തേക്ക് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ അതും ഇന്ത്യ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കയുടെ ഭരണാധികാരികൾ തന്നെ നമ്മളെ പരിഹസിക്കുന്ന നിലയിലേക്ക് ഒരു നിലപാട് നമ്മുടെ രാജ്യം സ്വീകരിച്ചിരിക്കുന്നു. ഇറാനെതിരെ ഇസ്രായേലും അമേരിക്കയും നടത്തുന്ന യുദ്ധത്തിൻ്റെ മറുപടി എന്ന വണ്ണം ഹോർമുസ് കടലിടുക്ക് അടച്ച ഇറാൻ്റെ നടപടിയാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് അമേരിക്കയെ കൊണ്ടുചെന്നെത്തിച്ചത്. കാരണം എണ്ണയുടെ വിതരണത്തിൻ്റെ ഏതാണ്ട് 20% കടന്നു പോകുന്നത് ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ്. അത് ഇറാൻ അടച്ചതോടുകൂടി ലോകത്തിലെ പല രാജ്യങ്ങളിലും എണ്ണയുടെ പ്രതിസന്ധി ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് എണ്ണ വിതരണത്തിന് റഷ്യൻ കപ്പലുകളിൽ കയറ്റിവെച്ച എണ്ണ ഏതാണ്ട് 1 മാസത്തേക്ക്, തീയതി പോലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ, മാർച്ച് 3-ാം തീയതി മുതൽ ഏപ്രിൽ 3-ാം തീയതി വരെയുള്ള 1 മാസക്കാലം റഷ്യൻ വെസലുകളിൽ, റഷ്യൻ കപ്പലുകളിൽ നിറച്ചു വെച്ചിട്ടുള്ള എണ്ണ ഇന്ത്യക്ക് വേണമെങ്കിൽ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല എന്ന് അമേരിക്ക പറയുന്നു. ഇന്ത്യ അതനുസരിക്കുന്നു. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നത്? നമുക്ക് നമ്മുടെ ആത്മാഭിമാനം മുറുകെ പിടിച്ചുകൊണ്ട് ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുടെ സമാധാനം ഉറപ്പുവരുത്തുന്ന തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഒരു രാജ്യമെന്നുള്ള നിലയിൽ അതിൻ്റെ ഭരണാധികാരികൾ നമ്മുടെ രാജ്യത്തെ ജനതയുടെ, രാജ്യത്തിൻ്റെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിന് എന്താണ് ചെയ്യുന്നത് എന്ന വളരെ ലളിതമായ ചോദ്യം ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഭാര്യയെ കെട്ടിപ്പുണർന്നു കിടക്കുമ്പോൾ ഭാസ്കര പട്ടേലരുടെ സെൻറ്റിൻ്റെ സുഗന്ധത്തെക്കുറിച്ച് തൊമ്മിക്ക് ഓർമ്മ വരുന്നത് പോലെ, അതിനെക്കുറിച്ച് സന്തോഷത്തോടുകൂടി അവളോട് സംസാരിക്കുന്നത് പോലെ, ഒരുപക്ഷെ അമേരിക്ക കീഴടങ്ങി എന്ന് പോലും പറയാൻ നമ്മുടെ ഇടയിൽ ചില ആളുകൾ കടന്നു വന്നേക്കാം. 30 ദിവസത്തേക്ക് അമേരിക്ക ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ ഇതാ അനുവദിച്ചിരിക്കുന്നു. 56 ഇഞ്ച് വീതിയുള്ള വിസ്താരമുള്ള നമ്മുടെ പ്രധാനമന്ത്രിയുടെ കഴിവാണിത് എന്നും ഒരുപക്ഷെ പലരും പറഞ്ഞേക്കാം. പക്ഷേ അവരുടെ ഉള്ളിലും ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്ന ആശങ്ക ബാക്കിയാകും എന്ന കാര്യത്തിൽ സംശയമില്ല.